പണ്ട് ദേവരാജ മാഷിൻ്റെ അടുത്ത് പോയപ്പോൾ രമേശേ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതങ്ങ് മറക്കണം. ഇത് തന്നെ രണ്ടാമത് വരുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിൽ മാത്രം ഫിക്സ് ചെയ്താൽ മതി. ഞാൻ പറയല്ല എൻ്റെ പാട്ടാണ് ചാഞ്ചാടിയാടി ഉറങ്ങ്. ഇത് ഞാൻ ട്യൂണാണ് ഇട്ടത്, ലിറിക്ക് വെച്ച് കമ്പോസ് ചെയ്തതാണെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. കാര്യം അതാണ് എഴുതുന്നവർക്കും സംഗീത ബോധം നല്ലതുപോലെ വേണം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും എവിടുന്ന് നൈജീരിയെന്നോ എവിടുന്നോ അവിടുന്ന് വന്ന ഒരു സാധനം അതങ്ങ് കോപ്പി ചെയ്ത് അതിലിടും. അതിനെന്തെങ്കിലും ഒരു ലിറിക്ക് എഴുതി വെക്കും. SP വെങ്കടേഷ് ജിയുടെ സംഗീതത്തെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ ഉള്ള ആ കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗുരുജിയുടെ അടുത്ത് പോകുന്നു വരുന്നു. പക്ഷേ സിനിമാ പാട്ടുകൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ ആയിരുന്നു അന്നത്തെ കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരിക്കൽ കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നിങ്ങൾ ഓരോ പാട്ട് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ BGM സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഗിറ്റാറിൽ മാത്രമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലത് വേറൊരു സ്ട്രിങ്ങിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ബിഗിനിങ്ങിൽ തന്നെ ഇൻട്രോ മ്യൂസിക് തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്യൂൺ. എൻ്റെ അടുത്ത് പണ്ട് ദേവരാജ മാഷിൻ്റെ അടുത്ത് പോയപ്പോൾ മാഷ് പറയുമായിരുന്നു, മാഷിൻ്റെ അടുത്ത് പല സ്ഥലത്തും സമര സമയത്ത് ഞാൻ പോയിരിക്കും. അപ്പോൾ രമേശേ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതങ്ങ് മറക്കണം ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് നാളെ ഇത് തന്നെ രണ്ടാമത് വരുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിൽ മാത്രം ഫിക്സ് ചെയ്താൽ മതി. ഈ ട്യൂൺ തന്നെ നാളെ ഒരാൾ കമ്പോസറിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാം. കാര്യം അത് എന്നും അതാണ് നാളെയും എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന പല്ലവി ആയിരിക്കണം. അപ്പൊ അത് ഓരോ കമ്പോസേഴ്സിനും ഓരോ കഴിവുകളാണ്. ഇപ്പൊ നമ്മൾ സനീൽദയുടെ മ്യൂസിക് എടുക്കുമ്പോഴും അത് എപ്പോൾ കേൾക്കുമ്പോഴും പ്ലസന്റ് ആണ്. ഏത് അദ്ദേഹത്തിന്റെ എടുക്കുമ്പോഴും നമുക്ക് വളരെ പ്ലസന്റ് ആണ്. എനിക്ക് അതേപോലെയുള്ള ഒരു ഫീലാണ് SP വെങ്കടേഷ് ജിയുടെ സോങ്ങിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യം നമ്മളെ ഒരിക്കലും മൂഡ് ഔട്ട് ആക്കത്തില്ല. ഒരു കേൾക്കുന്നവർക്ക് എപ്പോഴും ഫ്രഷ്നെസ് കിട്ടുന്ന സോങ്സ്. അതിൻ്റെ ഒരു കാരണം അതിൻ്റെ നോട്ട്സ് കോമ്പിനേഷനും അതിൻ്റെ ലിറിക്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. കുഞ്ഞിക്കിളിയെ എന്ന് പറയുമ്പോൾ ആ സ്വരവും ആ ലിറിക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് അവിടെ. അതുണ്ടെങ്കിൽ മാത്രമേ പാട്ട് നിൽക്കത്തുള്ളൂ. ഒരു പാട്ടിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ ലിറിക്ക് സംഗീതം ട്രീറ്റ് ചെയ്യുക. ലിറിക്കിനായിരിക്കണം സംഗീതം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എഴുതുന്ന ആള് നല്ലൊരു സംഗീത ബോധം ഉള്ള പാട്ടെഴുത്തുകാരനാണെങ്കിൽ രക്ഷപ്പെടും. ഇപ്പൊ എൻ്റെ പാട്ടില് ഞാൻ പറയല്ല എൻ്റെ പാട്ടാണ്. ഇപ്പൊ ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ഇത് ഞാൻ ട്യൂണാണ് ഇട്ടത്. പിന്നെ ഞാൻ ഒരു ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ലിറിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കൈതപ്പുറം. അപ്പൊ ഞാനിത് പാടി നോക്കുമ്പോൾ വേറെ ഒന്നും മാറ്റാനില്ല ഇതില്. പിന്നെ എനിക്ക് തോന്നുന്നത് ലിറിക്ക് വെച്ച് കമ്പോസ് ചെയ്തതാണെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. കാര്യം അതാണ്
എഴുതുന്നവർക്കും സംഗീതബോധം നല്ലതുപോലെ വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ സംഗീതം ഉണ്ടാകുന്നത്. കാര്യം എനിക്ക് ഇദ്ദേഹം വളരെ അതിശയകരമായിട്ട് SPB കാര്യം തോന്നുന്നത്, ഒരു അന്യഭാഷ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ഇത്രയും ഗംഭീരമായിട്ട് മലയാളത്തിൽ മലയാളിയുടെ ഒരു സംഗീതം എന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ സിനിമയിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ. അത് നേരത്തെ നമുക്ക് ചെമ്മീനിലെ പാട്ടുകൾ തൊട്ടുണ്ട് നമുക്ക് ശരിക്കും. നമ്മുടെ പാട്ട്, നമ്മുടെ മ്യൂസിക് ചെയ്ത പാട്ടുകൾ നമ്മുടെ മണ്ണിൽ, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു നിന്നിരിക്കുന്ന സംഗീതം മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അതുപോലെ ഇദ്ദേഹം ബംഗാളിയിൽ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ബംഗാളിയിലെ മെയിൻ കമ്പോസർ ആയിരുന്നു ഒരു സമയത്ത് SPB. അപ്പൊ സംഗീതം ഭാഷകൾക്ക് അതീതമാണല്ലോ, ഒരു കാര്യമില്ല. ശരിക്കും എല്ലാ ഭാഷയിലും നമ്മൾക്ക് ഒരു മ്യൂസീഷ്യന് സംഗീതം ഒരു ഭാഷയ്ക്ക് അതീതമാണ്. അപ്പോഴേ ഇങ്ങനെ ഒരു സംഗീത സംവിധായകൻ ഉണ്ടാവുന്നത് തന്നെ ജെനുവിനായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ പിറക്കുന്നതാണ്. ശരിക്കും ഒരിക്കലും ഉണ്ടാക്കി വരാൻ പറ്റത്തില്ല ഒരു ഒറിജിനൽ കമ്പോസറെ. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ അല്ലെങ്കിൽ പിറന്നു വീഴുന്നത് സംഗീത സംവിധായകനായിട്ടായിരിക്കും. ആ ഒരു കപ്പാസിറ്റി ആ പാട്ടുകാർക്ക് കിട്ടത്തില്ലല്ലോ. പാട്ട് പാടുന്ന ആള് എത്ര കമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും അത് വേറെയാണ്. അപ്പൊ ഈ ഒബ്സർവേഷൻ, അതേപോലെ നമ്മളുടെ മനസ്സിലുള്ള ചിന്ത, നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത്, പിന്നെ ട്രാവൽ ചെയ്തിട്ടുള്ള പല മ്യൂസിക്കുകളും കേൾക്കുന്ന ഒരവസ്ഥ അന്നൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും SPBയുടെ കാലഘട്ടത്തിലൊന്നും എല്ലാ മ്യൂസിക്കൊന്നും നമുക്ക് ഇതുപോലെ കിട്ടുമോ? ഇതിപ്പോ എന്തിനും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ മ്യൂസിക്കും വന്നു. ഒരു മ്യൂസിക്കിന്റെ ഒരു കോപ്പി ആണ്. അതാണ് പ്രശ്നം. ഇപ്പോഴുണ്ടാകുന്ന സംഗീതത്തിലുള്ള കോപ്പിയുടെ ഒരു പ്രശ്നം ഇതാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും എവിടുന്ന് നൈജീരിയെന്നോ അവിടുന്ന് വന്ന ഒരു സാധനം അതങ്ങ് കോപ്പി ചെയ്ത് അതിനിടും. അതിനെന്തെങ്കിലും ഒരു ലിറിക്ക് എഴുതി വെക്കും. ഇന്നത്തെ സംഭവിക്കുന്ന കാര്യം അതാണ്. പിന്നെ ഇന്നത്തെ ടെക്നോളജി കൊണ്ട് എന്തും ചെയ്യാം. ഇന്നത്തെ ടെക്നോളജിയിൽ എന്തും ചെയ്യാം. പാട്ടുകാരൻ വേണ്ട. അറിയാമോ പാട്ട്? ഞാൻ ഇന്നലെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഒരു ടൈറ്റില് ഉണ്ടാക്കി അദ്ദേഹം ടൈറ്റിൽ എടുത്ത്, സാർ ഇതിന് ഞാൻ ഡയറക്ടർ പറഞ്ഞു, സാർ ഇതിന് ഞാൻ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ടു നോക്കുമ്പോൾ അതിഭീകരമായ മ്യൂസിക്കാണ്. പാടിയിരിക്കുകയാണ്. ആരാ പാടിയെന്ന് സാറേ ഇതാ ആര് പാടി എന്നുള്ളതല്ല, അത് AI നമ്മളൊരു പയ്യൻ ചെയ്തതാണ്. ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പെർഫെക്റ്റ് ട്യൂണിങ് ആണ്. പെർഫെക്റ്റ് ട്യൂണിങ് എന്ന് പറയുമ്പോഴേ ആ മ്യൂസിക്കിന് പറ്റിയിട്ടുള്ള ട്യൂണിങ് ആണ്. ഞാൻ ഈ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ശ്രുതി എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം. അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പണ്ടുള്ള പാട്ടുകള് ഇപ്പോഴുള്ള പാട്ടുകളും കാര്യം ഈ 22 ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പാട്ടുകാർ കുറെ ഉണ്ടല്ലോ. 22 ശ്രുതി എന്ന് പറയുന്നുണ്ട്. ഈ 22 ശ്രുതി എങ്ങനെ നമ്മൾ കേൾക്കുന്നു എന്നത് ഒരു വിധത്തിലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. 1000 തൊട്ട് 36,000 രാഗമുണ്ടെന്ന് ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രാഗത്തിലെല്ലാം ഈ 22 ശ്രുതി വ്യത്യസ്തമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുക. അതേപോലെ ഒരു സിംഗറിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്നത് മറ്റുള്ള സിംഗറിൽ വരില്ല. അത് ബ്രെയിനും ത്രോട്ടും തമ്മിലുള്ള കണക്ഷനാണ്. ബ്രെയിനും ത്രോട്ടും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കണം. ഒരിക്കലും ഗുരുജി, എൻ്റെ മോള് പാടുന്ന കേട്ടപ്പോ, മധുശ്രീ പാടുന്ന കേട്ടപ്പോ ഗുരുജി
ലോസ് ആഞ്ചലസിലായിരുന്നു. അപ്പോൾ ഒരു സംഗതി പാടി. അപ്പം ഞാൻ ഓരോ കാര്യം മനസ്സിലാക്കിയതാണ്. ആ മോള് പാടിയപ്പോൾ തബലിസ്റ്റ് പറഞ്ഞു അച്ഛാ ഗാത്തിയേന. അപ്പൊ ഗുരുജി പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു, ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ കാണിച്ചപ്പോ അപ്പോ ത്രോട്ട് ആൻഡ് ബ്രെയിൻ ഈക്വലി വർക്കിംഗ്. അത് ആയിരിക്കും വളരെ റയറില്ല, വലിയ ഒരു സംഭവമാണ് അത് മനസ്സിലാക്കുമ്പോൾ. ഈ ബ്രെയിന് പോണത് പോലെ ത്രോട്ട് പോണത് പോലെ ബ്രെയിന് പോകണമെങ്കിൽ സംഗീതം പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മ്യൂസിഷ്യൻ, ഒരു കമ്പോസർ ജനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും, ഞാനൊക്കെ എൻ്റെ മനസ്സിലൊക്കെ 24 മണിക്കൂർ മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഓരോരിക്കും ഓരോ ചിന്തയിലും ആ രാഗത്തെ, ഈ രാഗത്തെ ഇങ്ങനെ ചെയ്യണം, ഇപ്പൊ അടുത്ത കോൺസേർട്ടിന് എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇത് തന്നെയാണ്. അല്ലാതെ സംഗീതം വരാൻ പറ്റില്ല. അവർക്ക് കമ്പോസർ ഒബ്സർവ് ചെയ്യാണ് ഓരോ പാട്ടുകളും. ദേവരാജൻ മാഷ് മോഹനരാഗത്തില് 36 എത്രയോ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ വ്യത്യാസം? ഓരോ രാഗത്തെയും അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലാണ് വ്യത്യാസം. ആ ലിറിക്കിന് വേണ്ടിയാണ് ആ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ലിറിക്കിന് കണക്കായിട്ടാണ് ഈ മോഹനരാഗത്തെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാവം മാറുകയാണ്. അതാണ്. അല്ലെങ്കിൽ നമ്മുടെ രാഗത്തെ പിടിച്ചുകൊണ്ടല്ല പാട്ട് ചെയ്തിട്ടുള്ളത്, രാഗം തന്നെയാണ്. പക്ഷേ ലിറിക്കിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഓർമ്മ വരുന്നില്ല, കുറെ പാട്ടുകളുണ്ട്. നവനീത് എൻ്റെ ശിഷ്യനാണ്. അവൻ ഇന്നലെയും കൂടെ എൻ്റെ ക്ലാസ്സിൽ വന്നു. ഇന്നലെ എൻ്റെ ഓൺലൈൻ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. 13 വർഷമായിട്ടായി ഇവൻ പഠിക്കുന്നത്. അപ്പോൾ അവൻ ഓരോ ക്ലാസ്സിലും എൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെയാണ് എങ്ങനെയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഡിസ്കഷൻ ഉണ്ടാകും. അവൻ ആദ്യം നവനീത് എന്നെ റിസീവ് ചെയ്യാൻ വരുന്ന എയർപോർട്ടിലാണ്, ഫിനിക്സ് എയർപോർട്ടിൽ. അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ. അവൻ്റെ അച്ഛനോട് അവനുണ്ട്, എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആ ഫാമിലി ആയിരുന്നു. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോൾ ഈ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ അതിശയം വെച്ച കാര്യം, രമേശ് അങ്കിള് 188 പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 188 പാട്ട്. പറയാൻ മറന്ന പരിഭവങ്ങൾ എങ്ങനെയല്ലേ. എൻ്റെ ഓരോ പാട്ടും ഓരോ സിനിമയും ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ പറയാം. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ദേവരാജ് മാഷിന്റെ പാട്ട് മൊത്തം. അവൻ തന്നെ 6 വയസ്സോ 7 വയസ്സോ കാണും. അത് കഴിഞ്ഞു. അത് യൂട്യൂബിലുണ്ട്, അതിൻ്റെ വിഷ്വല്. കണ്ണോട് കണ്ണൂരം എന്ന പാട്ട് പാടി. കണ്ണോട് കണ്ണൂരം എന്ന പാട്ട് പാടിയപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അപ്പൊ അവനെ ഒന്ന് പഠിപ്പിക്കണമല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചു വന്നു. പിന്നെയും 3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ വിളിച്ചിട്ടാണ് പറയുന്നത്, സാർ ഒന്ന് പഠിപ്പിക്കൂ, രമേശ് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ ജോയിൻ ചെയ്ത് ഇപ്പൊ 12-13 വർഷമായി. ഹിന്ദുസ്ഥാനി നന്നായിട്ട് പാടുന്നവൻ, ഹിന്ദുസ്ഥാനി കോൺസേർട്ടും ചെയ്യും. അപ്പൊ ഇന്നലെയും കൂടെ അതാണ് ഞാൻ സംസാരിച്ചത്. സാറ് പറഞ്ഞപ്പോഴേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടാലന്റഡ് ബോയ്. അപ്പൊ ഞാൻ ടാലന്റ് എന്ന് പറയുന്നത്, അവന് കമ്പോസിങ് ടേസ്റ്റും ഉണ്ട്. അപ്പൊ അതൊക്കെ ജന്മന ഒരു മനുഷ്യന് ഒരു വരേണ്ടതാണ്. അപ്പോ എനിക്ക് SPBയെ പറ്റി ഇപ്പോഴും അതിശയൊന്നും പറയാനില്ല. കാര്യം ഈസ് എ പെർഫെക്റ്റ് മ്യൂസീഷ്യൻ. നമുക്ക് എത്രയോ പാട്ടുകൾ അദ്ദേഹം തന്നു. അതുകൊണ്ട് നമ്മൾ മലയാളികള് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് അരുന്ധതിജി ഇപ്പൊ റീസെന്റ് ആണോന്ന് എനിക്കറിയില്ല, പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അതേപോലെ അരുന്ധതിജിയുടെ മകനും പാടിയിട്ടുണ്ട് അവർക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്.
അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാൻ അവിടെയായിരുന്നു, ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇദ്ദേഹം അടുത്ത ജന്മവും തീർച്ചയായിട്ടും സംഗീതത്തിനായിരിക്കും, അതിലൊരു സംശയമില്ല. കാര്യം സംഗീതം ജന്മജന്മാന്തരങ്ങളായിട്ട് വരേണ്ടതാണ്. ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ആരിലെങ്കിലും സംഗീതം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് അത് വലുതാവും. അതുകൊണ്ട് എല്ലാവരും സംഗീതം പഠിക്കുക. കുറച്ച് സംഗീതം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. ഞാൻ കുറച്ചൊന്ന് പറയുന്നത്, നമുക്ക് ഓരോ ആളിലും പെർസെൻറ്റേജ് ഉണ്ട് സംഗീതത്തിന്. അപ്പോൾ ഭഗവാൻ മുകളിൽ നിന്ന് തരുന്ന ടാലന്റ് ചിലവരിലേക്ക് 80% ആയിരിക്കാം, അവര് വലിയ മ്യൂസീഷ്യനായി ജനിക്കുന്നു. 40%, 30% എല്ലാവരും നമ്മളെ പോലെ എന്താണ് അതാണ് സംഗീതത്തിന്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും SPBക്ക് എല്ലാവിധ അദ്ദേഹത്തിന് എല്ലാവിധ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നതാണ്.